ഡൽഹിയിൽ നടന്ന മാരത്തൺ ചർച്ചകൾക്കു ശേഷം 100 സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തി ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത് ഷാ എന്നിവർ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് വിവരം. ഇന്നലെ രാത്രി 11 മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗം പുലർച്ചെ 4 മണിക്കാണ് അവസാനിച്ചത്. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് തന്നെയാകും നരേന്ദ്രമോദി ജനവിധി തേടുക. വാരണാസിക്കൊപ്പം മോദി ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്നും സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ മത്സരിക്കാൻ തമിഴ്നാട്ടിലെ രാമനാഥപുരം മോദി തിരഞ്ഞെടുത്തേക്കുമെന്നാണ് സൂചന. കൂടാതെ മോദിയുടെ തുടർച്ചയായ കേരള സന്ദർശനത്തിലൂടെ കേരളത്തിൽ സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ടെന്നും അഭ്യൂഹങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ മോദി സന്ദർശിച്ച തൃശൂർ, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും മോദിയുടെ സ്ഥാനാർത്ഥിത്വമെന്നും അഭിപ്രായങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. ഹിന്ദി ഹൃദയഭൂമിയിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇന്ന് പുലരുവോളം നടന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ബി.ജെ.പിയെ സംബന്ധിച്ച് നിർണായകമാണ്. ദക്ഷിണേന്ത്യയിൽ പാർട്ടി ഇതുവരെ അക്കൗണ്ട് തുറക്കാത്ത കേരളത്തിലും മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്താനാണ് തീരുമാനം. ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ സഖ്യകക്ഷികളുമായി നടക്കുന്ന ചർച്ചകൾക്കു ശേഷം മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലക്നൌവിൽ നിന്നും, വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശിലെ ഗുണശിവ്പുരിയിൽ നിന്നും മത്സരിക്കും. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കം സീറ്റ് ലഭിക്കില്ലെന്നാണ് സൂചന. മാർച്ച് 10 മുൻപായി 50% സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം.